ആ ഇക്ക ഇന്ന് എൻ്റെ ഉമ്മ വരുന്നുണ്ട് കേട്ടോ. ആ ഉമ്മ വന്നിട്ട് ഇപ്പൊ കൊറേ ആയല്ലോ. എപ്പോ വരുന്നു ഉമ്മ? എന്തായാലും ഉമ്മ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തുമെന്നാ പറഞ്ഞത്. ഉച്ചയൂണിനൊക്കെ തയ്യാറാക്കണം. ആ എന്നാ പോയി ഞാൻ പോയി കുറച്ച് ബീഫോ ചിക്കനോ എന്തെങ്കിലും മേടിച്ചോണ്ട് വരാം. നീ വേണ്ട സാധനങ്ങളുടെ ഒക്കെ ലിസ്റ്റൊക്കെ ഒന്ന് പറഞ്ഞാ ഞാൻ എല്ലാ സാധനങ്ങളും മേടിച്ചു തരാം. ചിക്കനോ മട്ടനോ ബീഫോ ഒന്നും വേണ്ട. ഉമ്മയ്ക്ക് നല്ലൊരു മീൻ കറി മാത്രം മതി. മീൻ കറിയും കുറച്ച് ചീനിയും ഇതുണ്ടെങ്കിൽ ഉമ്മക്ക് കുശാല. ഉമ്മക്ക് ചിക്കനോടോ ബീഫിനോടോ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇക്ക് എന്തെങ്കിലും നല്ലൊരു മീൻ മേടിച്ചോണ്ട് തന്നാൽ മതി. അതും കറിയും വെച്ച് ചീനിയും കൂട്ടാൻ വെക്കാം. അതായിരിക്കും ഉമ്മക്ക് ഏറ്റവും ഇഷ്ടം. അത് മതി. എന്നാ അത് മതി. എന്നാ ശരി, എന്നാ ഇവ സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് വരാം കേട്ടാ. എടാ നീ എവിടെ പോകുന്നടാ? ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത്. ഇന്ന് തന്നെ അവിടെ ഉമ്മ വരുന്നുണ്ട്. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ എന്തെങ്കിലും മേടിക്കാന്ന് വിചാരിച്ചു. എന്താ ഉമ്മാക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടോ? അയ്യോ എനിക്കൊന്നും വേണ്ട. നിന്റെ അമ്മായിമ്മയ്ക്ക് മേടിച്ചു കൊടു. ഇപ്പം അവരാണല്ലോ നിന്റെ ഉമ്മ. ഞാനാരാ? ഓ അവർ വരുന്ന പറഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ഒരു സന്തോഷം. ഉമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് എൻ്റെ ഉമ്മായും അവിടെ ഉമ്മായും ഒരേപോലെ തന്നെയാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഓ അതിന് പാഴ്ചെലവാക്കാനൊക്കെ നിന്റെ പൈസ ഉണ്ടല്ലേ. അല്ല ഇവരെന്തിനിപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ഇവർക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വരണമെന്ന് വല്ല നിർബന്ധമല്ല വേണമെന്ന്. ഉമ്മ മോളെ കാണാൻ പറഞ്ഞ പേര് ഇവിടെ വരുന്നത്. അവര് വരുന്നത് അവരുടെ മകളെ കാണാനാ. ഉമ്മ പോകാറില്ലേ ഉമ്മയുടെ മകളെ കാണാന്? അത്രേ ഉള്ളൂ ഇത്. അവർക്ക് അവരുടെ മകളെ കാണാൻ തോന്നുമ്പോൾ അവര് വരുന്നു. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാ? അതുപോലെയാണോ ഇത്? അതുപോലെ എൻ്റെ മോളുടെ അടുത്ത് പോകുന്നാലാണ്. അവിടുത്തെ ഞാൻ മാസത്തിലോ ചിലപ്പോൾ ആഴ്ചയിലോ ആയിരിക്കും എൻ്റെ മോളെ കാണാൻ പോകുന്നത്. അതുപോലെയാണ് ഈ പെണ്ണുമ്പിളായി എല്ലാ ആഴ്ചയിലും ഇവിടെ വരുന്നത്. അന്ന് വരുന്നിടത്ത് ഇവിടെ ഒരു കല്യാണം പോലത്തെ ഒരു ചിലവാണ് ഇവിടേക്ക്. അപ്പോൾ അവൻ്റെ കാശുണ്ട്. ഞാൻ വേറെ എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്ക് 2 ദിവസം കഴിയട്ടെ പിന്നെ ആവട്ടെ എന്ന് പറയാം അവന്. അപ്പോൾ അവൻ്റെ അമ്മായിമ്മ വരുന്ന പറഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ പൈസയും ഉണ്ട്, ചിക്കനായി ബീഫായി എന്തുവാ. ഉമ്മ ഒന്നും മിണ്ടാതിരുന്നേ. ഞാൻ പോയി സാധനങ്ങൾ മേടിച്ചു കൊടുക്കട്ടെ. ചെല്ലി അടുത്ത് സംസാരിച്ചാൽ ശരിയാവില്ല. ഓ എല്ലാവർക്കും എൻ്റെ വായ അടപ്പിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. എന്തെങ്കിലുമൊക്കെ ചേട്ടാ. എന്തായാലും ആ പെണ്ണുമ്പോഴവിടെ വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തത് പറ്റത്തുള്ളൂ. അവർ വന്നിട്ട് പോകുമ്പോണ്ടല്ലോ പിന്നെ അവനക്ക് എന്നെ കാണുന്ന കലിയാ. മോനേന്ന് വിളിക്കത്തങ്ങ് വീണിരിക്കും അവന്. പെണ്ണും പറയുന്നില്ല. ഓ നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാം ഇപ്പം അതിൽ നിന്ന് കേൾക്കുമായിരുന്നില്ലേ? നിൻ്റെ തള്ള എന്തിനടുപ്പ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? വല്ലം കൂടോത്തറ വല്ലം കൂടി തരാനായിരിക്കും. അല്ലേ ആഴ്ചോറ് ഇങ്ങനെ ഒരു മകളെയും കാണാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് മനസ്സിലാവുന്നുണ്ട് എൻ്റെ മോനിപ്പോൾ എന്നെ പോലും ഇപ്പോൾ കണ്ടുകൂടാ. ഇപ്പം നിൻ്റെ ഉമ്മാടുത്ത ആ സ്നേഹം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇപ്പം. ഉമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ ഉമ്മ ഇവിടെ വരുന്നതിനാണോ? സ്വന്തം മകളെ കാണാൻ വരുന്നവർ ഇവിടെ വിലക്കായി. സാരമില്ല, ഇനി എൻ്റെ ഉമ്മ ഇവിടെ വരാൻ വേണ്ടി ഞാൻ പറയില്ല. ഉമ്മ ആഴ്ച തോറുമാണ് സ്വന്തം മകളെ കാണാൻ വേണ്ടി ഉമ്മ ഇവിടെ നിന്ന് ഓടുന്ന കാണാമല്ലോ. അതുപോലെയാണ് എൻ്റെ ഉമ്മ. സാരമില്ല, എൻ്റെ ഉമ്മ ഇനി എന്നെ കാണാൻ വേണ്ടി ഇവിടെ വരില്ല. എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ പോകുന്നതിനൊന്നും അറിയാൻ അനുവാദമൊന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞോ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴേ ഞാനിവിടെ വരും. ഉമ്മയുടെ മോനെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവാം. ഓ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞ പോലായിപ്പോയി. അവളിവിടുന്ന് എങ്ങനെ പോയാൽ ശരിയാവും? അതെങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റത്തുള്ളൂ.